എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ അഥവാ ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് അങ്ങനെ ഉണ്ടാവുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം. നമ്മളെപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില രാസവസ്തുക്കളാണ്. അതിന് നമ്മൾ ഹാപ്പി ഹോർമോൺസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹാപ്പി ഹോർമോൺസ് ആണ് നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാനസിക അവസ്ഥയെയും നമ്മുടെ ചിന്തകളൊക്കെ അനുസരിച്ച് അത് കൺട്രോൾ ചെയ്യുന്നത് ഈ ഹോർമോൺസാണ്. അപ്പോൾ അതിൻ്റെ ഈ ഹോർമോൺ നോർമലായിട്ട് നല്ല രീതിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം. പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിനകത്ത് 4 തരം ഹാപ്പി ഹോർമോൺസാണ് റിലീസ് ചെയ്യാറുള്ളത്. അത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഡോപ്പമൈൻ, സെറട്ടോണിൻ, എൻഡോർഫിൻസ്, ഓക്സിറ്റോസിൻ. ഈ 4 ഹോർമോണുകളാണ് നമ്മുടെ ചിന്തകളെയും നമ്മുടെ സന്തോഷിപ്പിക്കുന്നതും നമ്മുടെ കരയിപ്പിക്കുന്നതും എല്ലാം നമ്മുടെ ഇമോഷൻസും കൺട്രോൾ ചെയ്യുന്നത് ഈ 4 തരം ഹോർമോൺസുകളാണ്. ഇതിൽ ഡോപ്പമീൻ എന്ന് പറയുന്നത് ഫീൽ ഗുഡ് ഹോർമോണാണ്. അതായത് നമ്മളെ ഒരു മോട്ടിവേഷൻ കിട്ടുക, നമുക്കൊരു റിവാർഡ് കിട്ടുക, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് കിട്ടുക, നമ്മളെന്തെങ്കിലും ഒരു ഗോൾ നേടുക, ഈ സമയത്തൊക്കെ റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് ഡോപ്പമീൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ ഡോപ്പമീൻ നല്ല രീതിയിൽ റിലീസായി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹാപ്പി ആവും, നമ്മൾ ഉള്ളിൽ തന്നെ നമുക്കൊരു സന്തോഷമുണ്ടാകും. അടുത്തതായിട്ട് നമുക്ക് സെറട്ടോണിൻ ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ മൂഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ഹോർമോണാണ്. നമ്മളെപ്പോഴും നല്ല കാമായിട്ട് നല്ല വെൽനെസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഹോർമോണാണ് സെറട്ടോണിൻ. അപ്പോൾ ഈ സെറട്ടോണൊക്കെ നമ്മൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ, നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുകയാണെങ്കിൽ, മെഡിറ്റേഷൻ ചെയ്യുകയൊക്കെയാണെങ്കിൽ ഇതുപോലുള്ള ഡോപ്പമിൻ സെറട്ടോണിനൊക്കെ റിലീസ് ചെയ്യുകയും നമ്മളെപ്പോഴും ഒരു കാം ആൻഡ് ക്വയറ്റ് ആൻഡ് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ മൂന്നാമതായിട്ട് പറയുന്ന ഹാപ്പി ഹോർമോൺസാണ് എൻഡോർഫിൻസ് എന്ന് പറയുന്നത് നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ കൂടും. അതുപോലെ തന്നെ നമ്മൾ ചിരിക്കുമ്പോൾ കൂടുന്ന ഹോർമോണാണ് എൻഡോർഫിൻസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ചോക്ലേറ്റ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു എനർജി വരിക, നമ്മളൊന്ന് ഹാപ്പി ആയിട്ട് കണ്ടിട്ടില്ലേ, അത് ഈ എൻഡോർഫിൻസ് നമ്മുടെ ശരീരത്തിൽ റിലീസാവും ചോക്ലേറ്റ് കഴിക്കുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. നാലാമതായിട്ട് പറയുന്ന ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് നമ്മളെ ലവ് ഹോർമോണായിട്ടാണ് പറയപ്പെടുന്നത്. അതായത് നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ നമ്മളൊരു ബോണ്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അപ്പോൾ ഈ ഓക്സിറ്റോസിനൊക്കെ നമ്മളെന്താ ഹഗ് ചെയ്യുക, നമ്മൾ കെട്ടിപ്പിടിക്കുക, അതുപോലെ നമ്മൾ ഇഷ്ടപ്പെട്ടവരുമായിട്ടൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിരിക്കുക, അതുപോലെ നമ്മൾ ഫാമിലിയുമായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുക. ഈ സമയത്തൊക്കെ നമുക്ക് റിലീസാവുന്ന ഹോർമോണാണ് ഈ ലവ് ഹോർമോൺസ് എന്നറിയപ്പെടുന്ന ഓക്സിറ്റോസിൻ. അപ്പോൾ ഇതൊക്കെ ആണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഹോർമോൺസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്താലാണ് ഈ ഹോർമോൺസൊക്കെ റിലീസ് ചെയ്തിട്ട് നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇനി ഞാനിവിടെ പറയുന്നത് നമുക്ക് ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ റിലീസ് ചെയ്ത് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എക്സസൈസ് റെഗുലർലി. നമ്മൾ ദിവസവും ഒരു 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വ്യായാമം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഡെയിലി നമ്മൾ കൃത്യമായിട്ട് അങ്ങനെ വ്യായാമം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യുകയും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് പറയുന്നത് സ്ലീപ്പാണ്, ഉറക്കം. ദിവസവും നമ്മളൊരു 7 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഉറക്കം എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഉറങ്ങിയാൽ പോരാ, അതിൻ്റെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കാം ആൻഡ് ക്വയറ്റായിട്ട് നമുക്ക് ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നണം. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു ഹൈ ക്വാളിറ്റി ഓഫ് സ്ലീപ്പും കൂടി നമുക്ക് ഉണ്ടാവണം. ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫുഡ് ഹാബിറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദിവസവും ഒരു 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. നമുക്ക് ടെൻഷനുകളില്ലാത്തവരുണ്ടാവില്ല അല്ലേ നമ്മുടെ ജീവിതത്തിൽ. ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ടെൻഷനുകൾ എല്ലാവർക്കും ഉണ്ടാകും. എല്ലാവരുടെ ലൈഫിലും ടെൻഷനുകൾ, സ്ട്രെസ്സുകളൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്.
അപ്പോൾ അത് ബാലൻസ് ചെയ്ത് ഈ ടെൻഷനും സ്ട്രെസ്സും നമ്മുടെ ജോലി നമ്മുടെ ഫാമിലി എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ആർക്കാണോ കഴിയുന്നത് അവരാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നത്. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് യോഗ മെഡിറ്റേഷൻ. ദിവസവും നമ്മളൊരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമ്മൾ യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ അതിലൂടെ നമുക്ക് ഹാപ്പി ഹോർമോൺസ് റിലീസായി നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. സന്തോഷം അഥവാ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു സാധനമല്ല, അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു നിലപാടാണ്. അതായത് നമുക്ക് വലിയൊരു വീടോ വില കൂടിയ കാറോ ഒരുപാട് സമ്പത്തോ ഉണ്ടായിട്ടൊന്നും നമുക്ക് ഹാപ്പിനെസ് കിട്ടണമെന്നില്ല. അത് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലും നമുക്ക് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മൾ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതുപോലെ തന്നെ നമുക്കൊരു ട്രിപ്പ് പോകുമ്പോൾ, നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ചെയ്യുമ്പോൾ, അങ്ങനെയൊക്കെ നമ്മൾ ഓരോ ചെറിയ ചെറിയ ഭക്ഷണം കഴിക്കുമ്പോൾ, ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുകയാണ്, അപ്പോൾ വീഡിയോ ചെയ്യുമ്പോഴും എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഞാൻ ഹാപ്പി ആവും. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങളതൊന്ന് ആസ്വദിച്ച് ഒന്ന് എൻജോയ് ചെയ്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി പറ്റും. അടുത്തതായിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഞാൻ പറയുന്നത് നമ്മുടെ സെൽഫ് കെയർ ആണ്. നമ്മൾ സ്വയം സ്നേഹിക്കുക. നമ്മൾ സ്വയം സ്നേഹിക്കുക എന്ന് പറയുന്നത് നമ്മൾ പലരും പറയുന്നത് ഒരു സ്വാർത്ഥത എന്നാണ്, സെൽഫിഷ്. ഞാൻ പറയുന്നത് സെൽഫ് കെയർ ഈസ് നോട്ട് സെൽഫിഷ്. ഒരിക്കലും സെൽഫിഷ് അല്ല. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പലരും സാക്രിഫൈസ് ചെയ്യുന്നത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ എന്താ പറയുക, ഓരോരുത്തർക്കും വേണ്ടിയിട്ട് പലതും അവർ സാക്രിഫൈസ് ചെയ്യുന്നു. അവർ തന്നെ ജീവിക്കാതെ, നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ഒരു വലിയ ഉദാഹരണമാണ്. അവർ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് അവർ ജീവിച്ച അവസാനം നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട്, നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ദിവസവും ഒരു 30 മിനിറ്റ് മാറ്റി വയ്ക്കുക. എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ അമ്മമാരോടും വീട്ടമ്മമാരോടും ഓഫീസ് ജോലി ചെയ്യുന്ന പ്രത്യേകിച്ച് സ്ത്രീകളോടാണ്. അതായത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, എന്താ പറയുക, അവർക്കൊരു ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കാൻ, അതുപോലെ ഇഷ്ടമുള്ളൊരു പെയിൻറ്റിങ്, ചിത്രം വരയ്ക്കാൻ ഇഷ്ടമുള്ള ചിത്രം വരയ്ക്കാൻ, ഡാൻസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുക്കിംഗ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഗാർഡനിങ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇഷ്ടമുള്ള ചെടികളും അതൊക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവരുടെ മനസ്സിന് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദിവസവും ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ രീതിയിലുള്ള മാറ്റി വെച്ച് കഴിഞ്ഞാൽ സെൽഫ് കെയർ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹാപ്പി ഹോർമോൺസ് റിലീസ് ആവുകയും നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവുകയും കൂടി ചെയ്യും. പിന്നെ എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്, നമ്മൾ ഓരോ കാര്യങ്ങളും ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങളൊന്ന് ആസ്വദിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചെറിയ വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ടി വരില്ല നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഓരോ ദിവസവും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹാപ്പി ഹോർമോൺസ് റിലീസ് ആവുകയും അതുവഴി നമുക്ക് ഹാപ്പിനെസ് നിലനിർത്താൻ വേണ്ടി കൂടി കഴിയും. അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. അതായത് നമുക്ക് നല്ല കാര്യങ്ങൾ, നമ്മളൊരു ഹെൽപ്പ് ചെയ്തവരോട്, നമുക്ക് നമ്മുടെ ഓരോ സ്റ്റേജിലും നമ്മളെ സഹായിച്ച നമ്മുടെ അച്ഛൻ, അമ്മ, നമ്മുടെ വൈഫ്, മക്കൾ, അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ അധ്യാപകർ, എല്ലാവരോടും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. നമ്മളെന്നും കിടക്കുന്നതിന് മുന്നേ ഒരു നന്ദി നമ്മൾ മനസ്സുകൊണ്ട് പറയുക. ഇന്ന് ഇത്രയും കാര്യങ്ങൾ എനിക്ക് നല്ല രീതിയിൽ ചെയ്തു തന്ന എന്ന രീതിയിൽ നമ്മൾ ഒരു നന്ദി, സെൽഫായിട്ട് തന്നെ നമ്മളൊരു നന്ദി പറയുക. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ ആ ഒരു ഡേ എന്ന് പറയുന്നത് നമുക്ക് ഒരു 100% ഫുള്ളായിരിക്കും, കംപ്ലീറ്റ് എന്ന് നമ്മൾ പറയും. അപ്പോൾ രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മൾ അടിപൊളിയായിരിക്കും. നിങ്ങളുടെ ലൈഫ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദിവസവും നമ്മൾ നന്നായിട്ട് മിനിമം ഒരു 45 മിനിറ്റ്സെങ്കിലും എക്സസൈസ് ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല രീതിയിൽ ഉറങ്ങുക, അതുപോലെ തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ബാക്കിയുള്ളവർക്ക് ഒരു ഉപദ്രവം ചെയ്യാതെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഹെൽപ്പ് ചെയ്തവർക്ക് വേണ്ടി നന്ദി പറയുക. ഇപ്പോൾ ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ഹോർമോൺസായ ഡോപ്പമൈൻ, സെറട്ടോണിൻ, എൻഡോർഫിൻസ്, ഓക്സിറ്റോസിനൊക്കെ റിലീസ് ചെയ്യുകയും അതുവഴി നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി കൂടി സാധിക്കുകയും കൂടി ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവരുടെ അറിവിലേക്കായിട്ടും കൂടി ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.